ഭാര്യയുടെ വീട്ടിലും പോകണം പെരുന്നാളിന്. ഉസ്താദ് കൈമടക്കം കൊടുക്കും. ഇവൻ നേരെ അടുത്ത ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി ഒരു 100 രൂപയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. ഫോട്ടോസ്റ്റാറ്റ് ഖത്തീബിനും കൊടുത്തു, 100 രൂപ അവനും കൊണ്ടു. അപ്പോൾ പൊതുജനങ്ങൾ എന്ത് ചെയ്യണം? അവരോട് സ്നേഹിക്കണം, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതേപോലെ പള്ളിയിലെ പരിപാലന കമ്മിറ്റി അംഗങ്ങൾ അവരും ഉസ്താദന്മാരെ സ്നേഹിക്കണം. അവർക്ക് സ്നേഹിക്കാനുള്ള വഴി എന്താ? വർഷത്തിൽ ഒരു പ്രാവശ്യം ശമ്പളം കൂട്ടി കൊടുക്കണം, അല്ലേ? സ്നേഹിക്കാനുള്ള വഴി വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ ഒരു ഇൻക്രിമെന്റ് കൊടുക്കണം. പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിലെ വെള്ളം മാതിരി എപ്പോഴും അങ്ങനെ തന്നെ കിടക്കും, കൂടുമില്ല കുറയുമില്ല. അത് ജമാഅത്തായിട്ട് അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു സമുദായ നേതൃത്വം അക്കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ബറക്കത്തുള്ള പൈസയിൽ ഇച്ചിരി കുറവാണെങ്കിലും. ഞാൻ പറഞ്ഞാ പൊന്നു വകയ കടയിൽ പോയിട്ട് 200 രൂപയുടെ സാധനം മേടിച്ചിട്ട് 100 രൂപ കൊടുത്തിട്ട് ബാക്കി ബറക്കത്ത് കിട്ടുമെന്ന് അവൻ തരുമോ? അയാൾ തരുമോ? ബറക്കത്ത് ആഖിറത്തിലല്ലേ പറ്റുള്ളൂ, ദുനിയാവിൽ പറ്റൂലല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അപ്പൊ പ്രവാചകന്മാരെ സ്നേഹിക്കണം, സിദ്ദീഖീങ്ങളെ സ്നേഹിക്കണം. ഒത്തിരി കൂട്ടുകാരെ ഇനിയും പറയാനുണ്ട്. അടുത്തതാരാ? അഞ്ചാമത്തെ കൂട്ടുകാരനാരാ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വസുഹദാ, ഷഹീദുകളെ കൂട്ടുകാരാക്കണം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായ കൂട്ടുകാർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രക്തം ചിന്തിയവർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടവർ, ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ജഅഫർ ഇബ്നു അബീ താലിബിനെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, മിസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ, സഈദ് ഇബ്നു ആമിറിനെ പോലെ, ഹമ്മലയെ പോലെ മണവാട്ടിയുടെ അടുക്കൽ നിന്ന് ആദ്യത്തെ മണിയറയുടെ രാത്രിയിൽ കിടക്കുമ്പോ, മണിയറ യാത്രയിലേക്ക് മണവാട്ടി കടന്നു വന്നു. മണിയറ രാത്രിയിൽ മണവാട്ടിയോട് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ ആ സമയത്താണ് ഉഹദിൽ നിന്ന് സഹാബത്തിന്റെ വിളി കേൾക്കുക. മണിയറയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് മണവാട്ടിയുടെ കയ്യിൽ നിന്ന് വാളും പിടിച്ച് ഉഹദിന്റെ രണാങ്കണത്തിൽ പോയി വെട്ടികളേറ്റും ഷഹീദായി പോയ ഹംദലാ റളിയല്ലാഹു അൻഹുവിനെ പോലെ മണിയറയുടെ രാജകുമാരൻ മണവാട്ടിയുടെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ മണിയറയിലോട്ട് കടന്നു പോയ പൊന്നു ചെറുപ്പക്കാരെ, സ്വർഗം വേണമെന്ന് തീരുമാനിച്ച പിന്നെ മണവാട്ടി പ്രശ്നമല്ല, ഭാര്യ പ്രശ്നമല്ല, കുടുംബം പ്രശ്നമല്ല. അള്ളാന്റെ ദീനിനു വേണ്ടി വെട്ടിമരിച്ച സഹാബാക്കൾ, ബദരീങ്ങളായ സഹാബത്ത്, റിദ്വാനു റബ്ബി അൻകുമു യാ അഹ്ല ബദരിൻ മിൻകുമു നർജൂ നജാതൻ തുക്റമു കൂനൂ ലനാ യഹൂദനാ കൂനൂ ലനാ യാഹൂദനാ. അള്ളാന്റെ ദീനിനു വേണ്ടി ഷഹീദായ ബദരീങ്ങള്, ഉഹദിൽ പങ്കെടുത്ത സഹാബത്തിനെ, സഹോദരങ്ങളെ കൂട്ടുകാരാക്കണം. എന്തിനാ ഷഹീദ് പറയുമ്പോ ബദർ പറയുന്നത് എന്തിനാ? ഉഹദ് പറയുന്നത് എന്തിനാ? എന്തിനാ ഹംസയെ കുറിച്ച്, എന്തിനാ ജഅഫറിനെ കുറിച്ച്, എന്തിനാ അബ്ദുല്ലാഹിബ്നു റവാഹയെ കുറിച്ച് പറയുക? എന്റെ ശബ്ദം കേൾക്കുന്ന കാസർഗോഡ് ചെറുപ്പക്കാരാ, ഒരു ഷഹീദ് ജീവിച്ചു മരിച്ചു പോയില്ലേ നമ്മുടെ നാട്ടില്? മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയില് ഷഹീദ് യാസർ മരിച്ചു പോയില്ലേ? ആരാ ഷഹീദ് യാസർ എന്നറിയോ? 40 വയസ്സ് വരെ ഹൈന്ദവ സഹോദരനായി ജീവിച്ചു. 41ാമത്തെ വയസ്സിൽ ഇസ്ലാമിലോട്ട് കടന്നു വന്ന ചെറുപ്പക്കാരന് 41ാമത്തെ വയസ്സിൽ ഇസ്ലാമിലോട്ട് വന്നു. 43ാമത്തെ വയസ്സിൽ ഷഹീദായി. 3 വർഷമേ മുസ്ലിമായി ജീവിച്ചിട്ടുള്ളൂ. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ഭാര്യ ഹൈന്ദവ സഹോദരി, മക്കളും അതേ രീതിയിൽ 40ാമത്തെ വയസ്സിൽ കുടുംബത്തോടെ ഇസ്ലാം സ്വീകരിച്ചു. ആ പാവപ്പെട്ട മനുഷ്യൻ യാസർ എന്ന പേര് സ്വീകരിച്ചു, ഭാര്യ സുമയ്യ എന്ന പേര് സ്വീകരിച്ചു, മകൻ അമ്മാർ എന്ന പേര് സ്വീകരിച്ചു. ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ആദ്യത്തെ കുടുംബത്തിന്റെ പേര്. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അള്ളാന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുമ്പോ കൊതിക്കണം ചെറുപ്പക്കാരാ, കൊതിച്ചുകൊള്ളുക. മുസ്ലിമായിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. പാതിരാ സമയത്ത് സുബഹി നിസ്കാരിക്കാനല്ല, പാതിരാ സമയത്ത് തന്റെ ചെറ്റക്കുടലിൽ മുസല്ല നിസ്കരിച്ചിട്ട് ആ മുസല്ലയിൽ തഹജ്ജുദ് നിസ്കരിക്കുകയാ. വലതു ഭാഗത്ത് ഭാര്യ സുമയ്യുണ്ട്, ഇടതു ഭാഗത്ത് മക്കളുണ്ട്. ആ സമയത്ത് അവസാന സുജൂദ് കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോ അതാ എടവണ്ണപ്പാറ പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് മുടങ്ങി. സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ പ്രിയപ്പെട്ട ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഭർത്താവേ പോകല്ലേ, ഇന്നലെ രാത്രി ഞാനൊരു ദുസ്വപ്നം കണ്ടു.
ഞാനൊരു പേക്കിനാവ് കണ്ടു. ഇന്നലെ രാത്രിയിൽ ഞാനൊരു പേക്കിനാവ് കണ്ടു. നിങ്ങളെ ആരൊക്കെയോ കൊല്ലുന്നതായി സ്വപ്നം കണ്ടു. അതുകൊണ്ട് പള്ളിയിൽ പോകണ്ട, എനിക്ക് വല്ലാത്ത പേടിയാണ്. എന്നെ വിധവയാക്കല്ലേ, എന്റെ മക്കളെ അനാഥകളാക്കല്ലേ. ഇന്ന് പോകണ്ട, നമുക്ക് വീട്ടിൽ നിസ്കരിക്കാം, സുബഹി നിസ്കാരം. പക്ഷേ പൊന്നു ചെറുപ്പക്കാരാ, ഈ യാസർ എന്ത് പറഞ്ഞെന്നറിയോ? പാതിരാ സമയത്ത് തന്റെ കൈ പിടിച്ചു തടയുന്ന ഭാര്യയോട്, അവളോട് പറഞ്ഞു, ഷഹീദ് യാസറെ, പൊന്നുമോളെ സുമയ്യ, നീ എന്നെ തടയുന്നതെന്തിനാ? കൈവിടുമോളെ, കൈവിടുമോളെ. ഞാനെങ്ങാനെ ഷഹീദായ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു ഒരു ഷഹീദിന് 70 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ അനുവാദം കൊടുക്കുമല്ലോ. നാളെ പരലോകത്ത് 70 പേരെ സ്വർഗത്തിലോട്ട് ശുപാർശ ചെയ്യാനുള്ള അനുവാദം കൊടുത്താൽ എനിക്കല്ലാ സൗഭാഗ്യം തന്നാ. പൊന്നുമോളെ സുമയ്യ, ആദ്യം ഞാൻ ശുപാർശ ചെയ്യുന്നത് നിന്നെ ആയിരിക്കും മോളെ. ആരാ? ഷഹീദ് യാസർ. നാളെ അള്ള എനിക്ക് സ്വർഗത്തിലേക്ക് 70 പേരെ ശുപാർശ ചെയ്യാൻ അനുവാദം തന്നാൽ പൊന്നുമോളെ, ആദ്യം ഞാൻ ശുപാർശ ചെയ്യുന്നത് നിന്നെ ആയിരിക്കും. പൊട്ടിക്കരഞ്ഞു പോയി സുമയ്യ. അള്ള ഒരു അനുഗ്രഹം തരുമ്പോ നീ അതിനെ തടസ്സം നിൽക്കുന്നത് എന്തിനാ പെണ്ണെ? കൈവിട്. സുമയ്യയുടെ കൈയഞ്ഞു. ഷഹീദ് യാസർ പള്ളിയിലേക്ക് പോയി. എടവണ്ണപ്പാറ ദേശീയ പാതയിൽ ആക്രോശം മുടങ്ങി. ആളുകൾ വരുമ്പോ 14 കഷണങ്ങളായി യാസർ വെട്ടിമുറിക്കപ്പെട്ടു. സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിലേക്ക് 70 പേരെ കൈപിടിച്ച് കയറ്റും ഷഹീദ് യാസർ. അള്ളാഹു പറഞ്ഞു, വശുഹദാ, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായവരെ സ്നേഹിച്ചോ, അവരോട് പ്രിയം വെച്ചോ, അവർക്ക് വേണ്ടി ദുആ ചെയ്തോ. അള്ളാഹുവിന്റെ ഖുർആൻ 6ാമത്തെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നു. അടുത്ത 3 കൂട്ടുകാരുണ്ട്. ഏറ്റവും വലിയ കൂട്ടുകാർ, സഹോദരങ്ങളെ, അവൾ മരിച്ചാലുണ്ടാകുമോ? അവര് പരലോകത്തുണ്ടാകുമോ? അവര് നാളെ സ്വർഗത്തിലുണ്ടാകുമോ? വിഷയം ഇങ്ങനെ അതിലേക്ക് നീളുകയാണ്. ഖുർആന്റെ ആയത്തുകൾ അകമ്പടി സേവിക്കുകയാണ്. സഹോദരങ്ങളെ, അടുത്ത 1 മണിക്കൂർ നമുക്കിനി ഒന്നും പറയാനുള്ള സമയമില്ല. ഖുർആന്റെ ആയത്തോടി ഈ കൂട്ടുകാരെ പരലോകത്ത് കാണണം. ഈ 9 കൂട്ടുകാരെ പരലോകത്ത് കാണണം. ബാക്കി 3 കൂട്ടുകാര് നമ്മുടെ തൊട്ടടുത്തുണ്ട്, അവരെ നെഞ്ചോട് ചേർക്കണം. പക്ഷേ സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കണം, ഈ വള്ളത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ സൂചിയിട്ടാൽ കേൾക്കുന്ന ഇങ്ങനത്തെ ഒരു സദസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, ഈ സ്നേഹം എന്തിനെന്നറിയില്ല. ഞാനൊരൊറ്റ സമയം ഒരു 15 മിനിറ്റ് ഞാനൊന്ന് തിരിയുന്നു. ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ആഖിറമാണ്. അവിടെ നമ്മളെ മാടി വിളിക്കുന്ന കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ ഒത്തിക്കുന്ന വീടാണ്. അത് കഴിഞ്ഞ് 10 സലാത്ത് കഴിഞ്ഞ് ദുആയാണ് പാതിരാ സമയത്ത്. സഹോദരങ്ങളെ, ഞാനൊന്നൊരല്പനേരം തിരിയുകയാണ്. ഷഹീദ് യാസർ പറഞ്ഞപ്പോ ഈ നിശബ്ദമായ സദസ്സ് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂചിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദത എനിക്കുറപ്പാണ്. എത്രയോ ആലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്. ഈ സദസ്സിൽ അല്ലാഹു ദുആ ചെയ്താൽ സ്വീകരിക്കും, തട്ടിക്കളയില്ല. ഈ വിനീതന് 1000 വട്ടം ഉറപ്പാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെ, 1000 പ്രയാസങ്ങളുടെ കെട്ടഴിച്ചിട്ടാണ് കവറുകൾ വന്നത്. ഉസ്താദേ, ഉമ്മയ്ക്ക് സുഖമില്ല, ക്യാൻസറാണ്, ദുആ ചെയ്യണം. എത്രയോ ചെറുപ്പക്കാരാണ് പറഞ്ഞത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോന് വയറുവേദന വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ്, ക്യാൻസറാണ്, പൊന്നുമോന് ക്യാൻസർ. സഹോദരങ്ങളെ, 1000 പ്രയാസങ്ങൾ, 1000 ദുഃഖങ്ങൾ, 1000 ദുഃഖങ്ങൾ. ഇതിനു മുമ്പ് 2 മണിക്കൂർ ഞാൻ മവ്വലിൽ വഅ്ള് പറഞ്ഞിട്ടാണ് വന്നത്. ആ സമയത്ത് അവിടെ പറഞ്ഞു, 12 വർഷമായി കുട്ടികളില്ല ഉസ്താദേ, ദുആ ചെയ്യണം. 1000 പ്രയാസമാണ് മനുഷ്യന്. ജീവിതത്തിൽ തളർന്നു പോകുമ്പോഴും എൻ്റെ അടുക്കൽ വന്ന് മോളുടെ ഭാവി അപകടത്തിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞ 1000കണക്കിന് ആളുകൾ. മാരകമായ രോഗങ്ങൾ, ഉസ്താദേ കടബാധ്യതയാണ്, രക്ഷപ്പെടില്ല. എത്രയോ ആളുകളാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ വാക്കുകളും ഈ സലാത്തും വിശ്വാസമുണ്ടെങ്കിൽ, മനസ്സ് നന്നായിട്ട് സ്വർഗത്തിലേക്ക് തിരിച്ചു വെക്കുന്നുവെങ്കിൽ, നെടുമങ്ങാടടുത്ത് ഞാൻ വഅ്ള് പറയുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ
അള്ളാഹു അഹമ്മദ് കബീറിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ 1000 വട്ടം ഞാൻ പറയും, അവന്റെ ഖുർആൻ മനപ്പാഠമായി ഒരു ഹാഫിളാവാൻ അവസരം തന്നതാണ്. അല്ലാഹുവേ, നിന്നോട് എങ്ങനെയാണ് അതിന് നന്ദി പറയുക? ഒരു ഹാഫിളിന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ വളു വേണം. 6666 ആയത്തുകൾ ഖുർആനിൽ, അത് മുഴുവനും നെഞ്ചിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു ഹാഫിളാവാൻ അല്ലാഹുവേ നീ അനുവാദം തന്നു. പടച്ചവനെ, ഇതിനെന്ത് നന്ദിയാണ് പറയേണ്ടതെന്നറിയില്ല. സഹോദരങ്ങളെ, ആ സദസ്സിൽ വെച്ച് ഞാൻ ചോദിച്ചു, ഈ സദസ്സിൽ 6666 രൂപ വാഗ്ദാനം ചെയ്യാൻ ആരാണുള്ളത്? സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന്, ഉസ്താദെ ഞാൻ തരാം. ഞാൻ ചോദിച്ചു, രണ്ടാമതാരാ? ഉസ്താദെ ഞാൻ തന്നെ തരാം. അയാൾ വീണ്ടും പറഞ്ഞു. മൂന്നാമതാരാണ്? അയാൾ തന്നെ എഴുന്നേറ്റൊരു ചെറുപ്പക്കാരന്, ഞാൻ തരാം ഉസ്താദേ, പ്രശ്നമില്ല. അത്ഭുതത്തോടെ ഞാൻ അടുത്തോട്ട് വിളിച്ചു, എന്താ മോനെ? ഉസ്താദേ, വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. എൻ്റെ ഭാര്യയ്ക്ക് ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്ത് വിറങ്ങലിച്ച് പഴുപ്പ് മുഴുവനും മൂത്രദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോവുകയാണ്. അവൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇടുന്ന സ്ഥലത്ത് പോലും ഒരു മനുഷ്യൻ പോവില്ല, അത്രയ്ക്ക് ദുർഗന്ധമാണ് ഉസ്താദേ. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു. നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഈ നിൽക്കുന്ന ഉലമാക്കള് സാക്ഷി. സഹോദരങ്ങളെ, 3 സലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, തുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഇനിയും അവർക്ക് ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. ഈ 1000 സാക്ഷി. അല്ലാഹു രോഗം ശിഫയാക്കി കൊടുത്ത് അവര് 2 പേരും ഇക്കഴിഞ്ഞ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ഉംറയ്ക്ക് പോവുകയാണ്. എന്നെ വിളിച്ചു, ഉസ്താദേ, ഉംറയ്ക്ക് ഉസ്താദ് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുമുണ്ട്. തിരിച്ചു വന്നപ്പോ അവർക്ക് 12 വയസ്സുള്ള ഒരു മോനുണ്ട്. എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകനെ ഇതേപോലെ 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ഹാഫിളാക്കണം. അതിന്റെ പേരിലല്ലേ അള്ളാഹ് എന്റെ അസുഖം മാറ്റി തന്നത്. ആ മകൻ എന്റെ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിക്കുകയാണ്. 18 ജുസ് കഴിഞ്ഞു. ആ പൊന്നുമോൻ ഹാഫിളാവാൻ പോകുന്നു. അവന് 6666 ആയത്തുകൾ കാണാതെ പഠിക്കാൻ പോകുന്നു. സഹോദരങ്ങളെ, ഒരു വലിയ സൗഭാഗ്യം. എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡുകാരോട് ഞാൻ പറയുന്നത് ഭംഗി വാക്കല്ല. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു സദസ്സില്ല. മിനിങ്ങാന്ന് എറണാകുളത്ത് ഞാൻ പറയുമ്പോഴും കാസർഗോഡ് എൻ്റെ കയ്യിൽ 6666 രൂപ. ഈ 2 മണിക്കൂർ മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോ മൗവലിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ബാസ് സാഹിബിന്റെ മൗവലില് 33 പേരാണ് 6666 രൂപ വാഗ്ദാനം ചെയ്തത്. 33 ഒരു വലിയ ബറക്കത്താണ്. അള്ളാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിക്ക് 33 ദിക്ർ ചൊല്ലാനാണ് പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാ കട്ടപ്പാടുകളും മാറാൻ 33 പേര് വാഗ്ദാനം ചെയ്തു. എറണാകുളത്ത് പറയുമ്പോ, അള്ളാഹുവേ, കാസർഗോഡ് തന്നവര് മുഴുവനും നീ അള്ളാഹുവയുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അതിന് ആമീൻ പറഞ്ഞ കാസർഗോഡുകാരൻ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടല്ല, ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും ദുആ ചെയ്യും. 19 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉസ്താദേ കുഞ്ഞുങ്ങളില്ല, സർവ്വ ഡോക്ടർമാരും തള്ളി. ഞാൻ പറഞ്ഞു, നിർത്ത്, ഗുളികകളെല്ലാം നിർത്ത്. 6666 രൂപ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി സംഭാവന ചെയ്യ്. എന്നിട്ടൊരു ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ്, കരിഞ്ഞതിന്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഭാര്യക്ക് വിശേഷമുണ്ട്, ഉസ്താദൊന്ന് ദുആ ചെയ്യണേ. 19 വർഷം ദുആ ചെയ്യണേ എന്നോട് പറഞ്ഞു. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച അള്ളാഹു തൗഫീക്ക് കൊടുത്ത് പ്രസവിച്ചു. ഒരു കുട്ടിയല്ല, 2 ഇരട്ട കുട്ടികൾ. 19 വർഷത്തിന് ശേഷം 2 ഇരട്ട കുട്ടികൾ, 2 പെൺകുട്ടികൾ. ഉസ്താദ് പേരിട്ട് തരണം. ഞാൻ പറഞ്ഞു, ഒന്ന് ഫിദാ ഫാത്തിമ, മറ്റൊന്ന് ഹുദാ ഫാത്തിമ. അള്ളാഹു ആ 2 മക്കളെയും അള്ളാഹു സാലിഹീങ്ങളും സാലിഹാത്തുകളുമാക്കി നൽകട്ടെ. സഹോദരങ്ങളെ, ഏതു മാരക രോഗമാണോ സർവ്വ ഡോക്ടർമാരും തള്ളിയത് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടി കരഞ്ഞവരുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഏതാഗ്രഹമാണോ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ, നിങ്ങൾ കൊടുക്കുന്ന പൈസ പാവങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്, വിഷം നൊട്ടിയവന്റെ ഒരു നേരത്തെ മരുന്നിന്, ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന്, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്തേക്ക് നമുക്ക് മാറ്റപ്പെടും.
അള്ളാഹു സർവ്വ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഏത് പ്രയാസമാണോ, കടമാണോ, ബുദ്ധിമുട്ടാണോ, രോഗമാണോ, മക്കളുടെ പേരിലാണോ, ഏത് പ്രയാസമാണോ മനസ്സിൽ കരുത്, മനസ്സിൽ ആഗ്രഹമുണ്ടാകണം. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഞാൻ കാസർഗോഡ് വരുമ്പോ പറയണം, ഉസ്താദേ സർവ്വ പ്രയാസവും മാറി. സഹോദരങ്ങളെ അനുഭവസ്ഥർ ഈ കാസർഗോഡ് തന്നെയുണ്ട്, വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. എന്നോടൊരു പ്രയാസം പറഞ്ഞു, 10 ദിവസം കഴിയുമ്പോൾ മാറും, ഒരു 6666 രൂപ നിയത്ത് ചെയ്യേ. എന്റെ ശൈഖ് എന്നോട് പറഞ്ഞു തന്നതുപോലെ നിയത്ത് ചെയ്തു, 10 ദിവസത്തിനുള്ളിൽ മാറും. 7 ദിവസമായപ്പോ മാറി. അനുഭവസ്ഥവർ ഈ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലും ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനോടൊരു സദക്ക ചോദിച്ചാ ആരാണ് ആദ്യം തരുന്നതെന്ന് ചോദിച്ചാൽ ഒരു സഹാബി ചാടി എഴുന്നേക്ക്, നബിയേ അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ. ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൂട്ടുകാരെ പറഞ്ഞ സദസ്സിൽ കേൾക്കുക, ലികുല്ലി നബിയ്യിൻ റഫീഖും ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഓരോ പ്രവാചകന്മാർക്കും ഒരേ കൂട്ടുകാരനുണ്ട്. ഉസ്മാനെ വറഫീഖി ഫീഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ നീയാണെന്ന് എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ. ആ ഉപ്പാടെ കണ്ണ് നിറയും നിങ്ങൾ കണ്ടോ? മക്കൾക്ക് വേണ്ടി അള്ളാഹു ആ മകൾ ആരോഗ്യം നൽകി. വയസ്സുകാലത്ത് ഉപ്പാന്റെ കൈ പിടിച്ച് ഉപ്പാക്ക് കഞ്ഞി കോരിക്കൊടുത്ത് അവസാനം മരിക്കണം കിടക്കുമ്പോൾ ഉപ്പാടെ ചെവിയിൽ ഷഹാദത്ത് കലിമ പറഞ്ഞതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. കരുണക്കടലെ ഷാഫിയായ റബ്ബേ, അബ്ദുല്ലാഹിയുടെ മകളുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാൻ. ഒരു മഹാനായ മനുഷ്യനുണ്ട്, മരിച്ചുപോയി, ആർക്കും അറിയില്ല, വളരെ വിരളമായ ആളുകൾ. ഒരാൾ പറഞ്ഞ് ഞാൻ കാണാൻ വേണ്ടി പോയതാണ്. ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയ കുടിലിൽ താമസിക്കും, പാറയുടെ പുറത്ത്, നാട്ടിലിറങ്ങൂല. അദ്ദേഹം പച്ചക്കറി അവിടെ തന്നെ കൃഷി ചെയ്ത് കഴിക്കും, നെല്ല് അവിടെ തന്നെ കൃഷി ചെയ്യും. ആ നെല്ല് കൃഷി ചെയ്യുമ്പോൾ എന്താ പറയുക, നെല്ല് ഉഴുതുന്ന സാധനം കാളയല്ലേ, കാള കലപ്പ കൊണ്ട് ഉഴുതുമ്പോൾ കാളയുടെ ചാണകം വരുന്ന ഭാഗത്ത് കവറ് കെട്ടും. കാരണം ചാണകം നിലത്ത് വീഴാൻ സമ്മതിക്കൂല, ചാണകം നജിസല്ലേ. അതിൽ നിന്ന് വീണുണ്ടാകണ നെൽക്കതിരും നജിസാന്ന് കരുതി അദ്ദേഹം അതുപോലും ഉപയോഗിക്കില്ല. അങ്ങനെ ജീവിച്ച മഹാൻ, ഒരു തുള്ളി ഹറാം അകത്തി എന്നിട്ടില്ല. എന്നോടൊരു ഉസ്താദാണ് പറഞ്ഞത്, ഞാൻ അവിടെ പോയി കാണാൻ. അവിടെ പോയി ഇങ്ങനെ അടുത്ത് എന്നിട്ട് ഞാൻ സലാം പറഞ്ഞു. എന്നോട് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലത്തു നിന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു പച്ചക്കള്ളമല്ലേ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പേടിച്ചു, വലിയ മുസ്ലിയാരാന്നും പറഞ്ഞു പോയതാ. എന്നോട് ചോദിച്ചു നീ മണ്ണീന്ന് വന്നതല്ലേ എന്ന് ചോദിച്ചു. അതാണ് ആരിഫ്യങ്ങൾ, നീ മണ്ണീന്ന് വന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്നാ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതൊക്കെ പറയണ ആളാ, ഒരു ഇജാസത്ത് തന്ന ഇല്ല, പോകാൻ പറഞ്ഞു. ഓടിച്ചു. പോകാൻ മനസ്സൊന്നുമില്ല മനുഷ്യനെ കണ്ടിട്ട്, കാരണം അങ്ങനെ ഒരാളെ ഈ ദുനിയാവ് ഇനി കിട്ടൂല. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഹാഫിളാണ്, പറയേണ്ട താമസം സഹോദരങ്ങളെ അടുത്തോട്ടിരുത്തി തലയിൽ പിടിച്ച് 2 ആയത്തോതി, പൊക്കോ മോനെ നീ പാഴാവൂല എന്ന് പറഞ്ഞു. അള്ളാഹ് വാക്ക് ഇതുവരെ തെറ്റിയില്ല, ഇതുവരെ പാഴായിട്ടില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകനെ കൂട്ടുകാരനാക്കണം, നബിമാരെ കൂട്ടുകാരാക്കണം, സിദ്ദീഖീങ്ങളെ കൂട്ടുകാരാക്കണം, ശുഹദാക്കളെ കൂട്ടുകാരാക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ 7ാമത്തെ കൂട്ടുകാരനെ പറയുന്നു, സാലിഹീങ്ങളായ സച്ചരിതരായ ഔലിയാക്കളെ, ആരിഫീങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടവരെ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ, സാലിഹീങ്ങളോട് കൂട്ടുകൂടണം. നെല്ലിക്കുന്ന മഖാമിൽ കിടന്നിറങ്ങുന്ന മഹാനവരകൾ, സാലിഹീങ്ങളുടെ നേതാവ്. സഹോദരങ്ങളെ കൂട്ടുകൂടണം, എപ്പോഴും മനസ്സിലൊരു സ്ഥാനമുണ്ടാകണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 7ാമത്തെ കൂട്ടുകാരന് സാലിഹീങ്ങളോട് കൂട്ടുകൂടുക, എന്നാൽ നിന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടാകുമെന്ന്. അള്ളാഹുവിന്റെ സാലിഹീങ്ങളെ ഖൈറാക്കിയാൽ, അവരെ കൂട്ടുകാരാക്കിയാൽ നീ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹൃദയ ശുദ്ധിയുള്ളവനാകുമെന്ന് മഹാന്മാര് പറയുമ്പോ ആ 7 കൂട്ടുകാരെ ഖുർആൻ പറയുകയാണ്. 8ാമത്തെ കൂട്ടുകാരൻ ആരെന്നറിയോ? 8ാമത്തെ കൂട്ടുകാരൻ സഹോദരങ്ങളെ ഖുർആനിനെ കൂട്ടുകാരനാക്കണം, അള്ളാന്റെ ഖുർആനോട് കൂട്ടുകൂടണം എന്ന് പറഞ്ഞാൽ ആ ഖുർആനിന്റെ കൂട്ടുകാരനായാൽ, ആ ഖുർആനിന്റെ കൂട്ടുകാരനായ
കൂട്ടുകാരനായാൽ രാവിലെയും വൈകുന്നേരവും വിശുദ്ധ ഖുർആൻ ഓതണം. ഒരു വസിയത്തായിട്ട് പറയുകയാ. അള്ളാന്റെ ഖുർആൻ രാവിലെയും വൈകുന്നേരവും പൊന്നു സഹോദരങ്ങളെ സഹോദരിമാരെ ഖുർആനോട് കൂട്ടുകൂടുക. വെറും പാട്ട് കേട്ടാൽ മാത്രം പോരാ. സന്ധ്യാസമയത്ത് സൂറത്തിൽ വാക്കിയാവത് ആ വീട്ടിൽ സർവ്വ ഐശ്വര്യമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സന്ധ്യാസമയത്ത് വീട്ടിൽ സൂറത്തുൽ മുൽക്ക് ഓതണം, സൂറത്തുൽ വാഖിയ ഓതണം, സൂറത്തു യാസീൻ ഓതണം. സഹോദരിമാരെ ഒരു വസിയത്താണ്. നിങ്ങളല്ലേ വീട്ടിലിരിക്കുന്നത്, അതോതിയാൽ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിർ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഖുർആൻ ഓതണം. ആ ഖുർആനിന്റെ കൂട്ടുകാരനായാൽ പൊന്നുമോനെ നാളെ നീ ആരുമില്ലാതെ ഏകാന്തതയിൽ കിടക്കുമ്പോ, നാളെ നീ ആരുമില്ലാതെ ഏകാന്തതയിൽ കിടക്കുമ്പോ ആ കൂട്ടുകാരൻ നിന്റെ അടുക്കൽ വരും. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴല്ലേ കൂട്ടുകാരന്റെ ആശ്വാസം വേണ്ടത്. എപ്പോഴാ നീ ഏകനാകുന്നത്? എന്റെ പൊന്നു ചെറുപ്പക്കാരെ, ഇവിടെ നിനക്ക് പാതിരാസമയത്ത് ഉറക്കം വരുന്നില്ലെങ്കിൽ നേരം പോക്കാൻ പാട്ട് കേൾക്കാറുണ്ട്, നേരം പോക്കാൻ കൂട്ടുകാരുണ്ടാവാറുണ്ട്. നാളെ നീ ഒറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നിന്നെ ആകെയുള്ള കൂട്ടുകാരനാരാ? പെട്ടെന്ന് ഞാൻ പറയട്ടെ, നാളെ ഇവിടെ നിന്ന് റൂഹ് വിട പറയുമ്പോ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് റൂഹ് പിടിക്കുമ്പോ, ദുനിയാ മേ രഹ്തേ ഹേ കപടേ ബദൽ ബദൽ കർ ദുനിയാ മേ ജാതേ ഹേ ഗാന്ധേ ബദൽ ബദൽ കർ. നാളെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയും. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടക്കും. ആർക്കറിയാം സഹോദരങ്ങളെ, നാളെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന്. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആളുകളെല്ലാം തോളിലെടുത്ത് നിന്നെ പള്ളഞ്ചുമാ മസ്ജിദിന്റെ മുമ്പിൽ കൊണ്ടുവരും. ക്യാ ഹേ ദസ്തൂർ ദുനിയാ ഖദാറേ മർന ദം തക് കിസി ने न पूछा बैद मरने को मैयत को मेरे लोग सर पे उड़ाए हुए थे. ആരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തവർ അവര് ചുമലിലേറ്റ് പള്ളിയിൽ കൊണ്ടുവരുമ്പോ എല്ലാവരും നിന്നെ പുറകിൽ നിർത്തിയിട്ട് മയ്യത്ത് നിസ്കരിക്കും. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഇതേവരെ ബാങ്ക് വിളിച്ചപ്പോ നീ നിസ്കരിച്ചിട്ടില്ല, പക്ഷേ നിന്നെ മുമ്പിലും മലത്തി കിടത്തിയിട്ട് ആളുകൾ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് താങ്ങിയെടുത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ, പിടിമണ്ണ് മാറിയിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ അതാ പള്ളം ഹൈദ്രോസ് ജുമാ മസ്ജിദിലെ മഗ്‌രിബിന്റെ ബാങ്ക് മുഴങ്ങി. എല്ലാവരും തിരിച്ചുപോയി. നീ മാത്രം ഖബറിലേകാന്തത. ഒറ്റപ്പെടുന്ന ദിവസം, ആരുമില്ലാത്ത ദിവസത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ, 6 അടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുമ്പോ മെത്തയ്ക്കു പകരം മണ്ണലിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പെയിന്റിട്ടതാ. മണ്ണ് കൊണ്ട് മെത്ത വിരിച്ച് ആ മെത്തയുടെ മണ്ണിൽ മലന്ന് കിടക്കുമ്പോ ആ സമയത്ത് കൂട്ടുകാരില്ല, പുത്രകളത്രാദികളില്ല. ഇവിടെ പാതിരാ സമയത്ത് സെക്കൻഡ് ഷോയ്ക്ക് പോയ കൂട്ടുകാരനെവിടെ? ഇവിടെ കള്ള് കുടിക്കാൻ വിളിച്ച കൂട്ടുകാരനെവിടെ? അവസാന നിമിഷം നെഞ്ചിൽ തട്ടിയിട്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരോട് കാസർഗോഡ് ടൗണിൽ ഞാനൊന്നിറങ്ങിയ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, ഈ സ്നേഹത്തിനൊരർത്ഥമുണ്ടാകണമെങ്കിൽ ഇവരാരുമില്ലാത്ത രാത്രിയില്, ഖബറിന്റെ ആദ്യ രാത്രിയിൽ നീ കിടക്കുമ്പോ, ആ സമയത്ത് 6 അടി മണ്ണിൽ കിടക്കുമ്പോ, ആരും കൂട്ടിനില്ലാത്ത ഖബറിൽ ഒരു സുന്ദരനായ പുരുഷൻ വന്നിട്ട് പറയും, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്. ചോദിക്കും, നീ ആരെന്ന് ചോദിക്കുമ്പോ അവൻ പറയും, ഞാൻ ആരെന്നറിയുമോ? അനൽ ഖുർആനുല്ലദീ അസ്ഹറത ലൈലക, രാത്രിയിൽ ഉറക്കമളച്ചിട്ട് നീ ഓതിയ ഖുർആനാണ് ഞാനെന്ന് ആ ഖബറിലെ കൂട്ടുകാരൻ മറുപടി പറയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയും നേരം പറഞ്ഞതല്ല ഇനി പറയുന്നത്. കണ്ണുനീരൊലിയുന്ന ദിവസം, ഖബറിലൊരു സുന്ദരനായ പുരുഷന്റെ രൂപം. പൊന്നുമോനെ, ഇർഫാൻ പത്താനല്ല, പൊന്നുമക്കളെ, ഒരു കായിക താരമല്ല,
1 ഓവറിൽ 6 സിക്സ് അടിച്ചിട്ട് ലോകത്തെ വിറപ്പിച്ച, നിങ്ങളെയൊക്കെ നെഞ്ചിൽ കയറി പിടിച്ച യുവരാജ് സിംഗ് എവിടെ? ശ്വാസകോശത്തിന് ക്യാൻസർ ബാധിച്ചിട്ട് കിടക്കുന്ന രൂപം നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടതല്ലേ? എവിടെ പോയി മോനെ? ഇല്ല, ആമിർ ഖാൻ നിന്റെ കൂട്ടുകാരനാവരുത്, യുവരാജ് സിംഗ് നിന്റെ കൂട്ടുകാരനാവരുത്, സൽമാൻ ഖാൻ നിന്റെ കൂട്ടുകാരനാവരുത്, ജോൺ അബ്രഹാം നിന്റെ കൂട്ടുകാരനാവരുത്. അവർ ഈ ദുനിയാവിൽ എവിടെയോ കിടന്ന കൂട്ടുകാരാ. അവരുടെ ഫോട്ടോയും കിടന്നിറങ്ങുന്ന വാതിലിൽ പതിച്ചു വെച്ചവരെ 6 അടി മണ്ണിൽ കിടക്കുമ്പോ ഒറ്റ കൂട്ടുകാരൻ, അനൽ ഖുർആനുല്ലദീ അസ്ഹറത ലൈലകാ, രാത്രിയിൽ ഉറക്കമളച്ചിട്ട് നീ ഓതിയ ഖുർആനാണ് ഞാൻ. ഖബറിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. സഹോദരങ്ങളെ, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ആ കൂട്ടുകാരൻ 6 അടി മണ്ണിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തേ ഖുർആനോട് കൂട്ടുകൂടിക്കൂടെ? എന്താ കൂടിക്കൂടെ? കൂടിക്കൂടെ? ഇൻഷാ അല്ലാഹ് പറയും. ഒരു സ്വഭാവം ഉണ്ടാകട്ടെ. ഖത്തീബിനെ കല്യാണത്തിന് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കാറിൽ കൊണ്ടുപോകും, തിരിച്ചും കൊണ്ട് കപ്പലണ്ടി നിന്ന് ഓട്ടോ വിളിച്ച് വരേണ്ടി വരും. അതന്നെ അവസ്ഥ. അല്ല, യഥാർത്ഥ അവസ്ഥ അതൊക്കെ തന്നെയാ. ഞാൻ പിരിച്ചതൊക്കെ എൻ്റെ പൊന്നു സഹോദരങ്ങൾ ആകെ ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ പിടിച്ചിടും 18 വർഷമായിട്ട് കള്ളു കുടിക്കാത്ത ദിവസമില്ല. നിങ്ങളുടെ ലോകാവസാനം കണ്ടിട്ട് മാറിയതാണ്. ഈ കാസർഗോഡ് എത്ര കുട്ടികളുണ്ട് കൈവെക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഭൂരിപക്ഷ യുവാക്കൾ കൈകൊട്ടും. എൻ്റെ പ്രസംഗം കേട്ടിട്ട് നന്നായവരാ. നിങ്ങൾ മതി എൻ്റെ സമ്പത്ത്. നാളെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. എൻ്റെ വീട്ടിൽ വന്ന സഹോദരങ്ങൾ, എൻ്റെ കൂടപ്പുറപ്പിനേക്കാൾ വലിയ എന്നെ സ്നേഹിച്ച ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ വീട്ടിൽ അവർ വന്നിട്ടുണ്ട്. ഒരു കൊച്ചു വീടും അതിനകത്തൊരു ഒരു ഭാര്യയും ഒന്നൊക്കെയല്ലേ ഉള്ളൂ. കാസർഗോഡ് വരണ അവർക്ക് വല്ലാത്ത പേടിയാണ്. അല്ല, ഒരു ആഴ്ചയൊക്കെ ഇവിടെ കൂടെ ആഴ്ച ഇങ്ങനെ വരുമ്പോൾ എന്നോട് ചോദിക്കും, ഇതെന്തായി പോക്കിൻ്റെ അർത്ഥം? ഒരു ഭാര്യയും 2 മക്കളും, ഇത്രയേ ഉള്ളൂ ആകെ ജീവിതത്തിലെ സമ്പാദ്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാനിതെല്ലാം കഴിഞ്ഞ് നാളെ രാവിലെ എൻ്റെ വീട്ടിൽ കയറിയാൽ എൻ്റെ വീട് സ്വർഗമാണ്. അള്ളാഹു നരകത്തിൽ തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഓതണം. ഇൻഷാ അല്ലാഹ് ഓതുവോ? ഇന്ന് മുതൽ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകും. നാളെ ഖുർആനിലെ കൂട്ടുകാരാവും, നാളെ ഖബറിലെ കൂട്ടുകാരൻ. ഇൻഷാ അല്ലാഹ് ഓതുവോ? അങ്ങനെ തീരുമാനിച്ചവരൊക്കെ ഒന്ന് കൈവക്കി. നാളെ മുതൽ അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. താത്തിയിടി. മനസ്സിന് ഭയങ്കര ടെൻഷനാണ്. ഈ പേപ്പറിൽ വന്നതെല്ലാം ടെൻഷനാണ്. ടെൻഷൻ മാറാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, ചെയ്യുവോ? ടെൻഷൻ മാറാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, ചെയ്യുവോ? കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ കിട്ടൂല, മൗലവി ബുക്കിടിപ്പോയിൽ കിട്ടൂല ഈ സാധനം. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതി എന്നാ മൊഴി. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതി എന്നാ മൊഴി. നിന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടണോ? രാവിലെ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 3 സൂറത്ത് യാസീൻ പതിവായി ഓതിക്കോ. ഹൃദയത്തിന്റെ ടെൻഷൻ മാറും. ഖുർആന്റെ ചികിത്സ ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? സഹോദരന്മാര് ചെയ്യും. അപ്പൊ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 3 യാസീൻ ഓതണം. ഓതുവോ? സുബഹിക്ക് ശേഷം. സുബഹി നിസ്കരിച്ചിട്ട് ആദ്യം സുബഹി നിസ്കരിക്കണം. ഇത് പണ്ടൊരു ഉമ്മുമാടെ മരത്തേന്ന് വീണ് തൂക്കെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചിട്ട് 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നുകൂടായിരുന്നു. ആ ഉമ്മ പറഞ്ഞു, പൊന്ന് സാറേ, ഇതൊന്ന് വീണ് കിട്ടിയാലല്ലേ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ, 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവരാൻ. അപ്പോൾ ആദ്യം സുബഹി നിസ്കരിക്കണം, എന്നിട്ട് 3 യാസീൻ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും മോദി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. ഇനി ഈ കൂട്ടുകാർ ആഖിറത്തിലെ പറയാനുള്ള സമയം എനിക്കില്ല. 11:30 എനിക്ക് പോകേണ്ട ട്രെയിനിൻ്റെ സമയമായി. പക്ഷെ ആഖിറത്തിൽ കൂട്ടുകാർ 2 വിഭാഗമാണ്. എത്ര കൂട്ടുകാർ? ഇൻഷാ അല്ലാഹ് ഈ 9 കൂട്ടുകാരും ആഖിറത്തിൽ നമ്മളെ കാണാൻ വരുന്ന ഒരവസ്ഥയുണ്ട്, ഖബറിലും. അത് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോളൂ. ഒരു കാര്യം, ആഖിറത്തിൽ കൂട്ടുകാർ 2 വിഭാഗമാണ്. കൂട്ടുകെട്ടിന് ഭയങ്കരമായി ഖുർആൻ പറയുന്നുണ്ട്, ഭയങ്കരമായി. ഒന്ന്, الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. അല്ലാഹ് പറഞ്ഞു, അൽഅഖില്ലാഉ കൂട്ടുകാർ, യൗമൈദിൻ നാളെ പരലോകത്തെത്തുമ്പോ ബഅദുഹും ലിബഅദിൻ അദുവൻ, ചിലരോട് ശത്രുക്കളാകും. അവിടെ വെച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുമെടാ, നീയല്ലേ എന്നെ പിഴപ്പിച്ചത്, അത് കാരണത്താലല്ലേ ഞാൻ നരകത്തിൽ പോയിട്ടുണ്ട്. വഴിപഴച്ച കൂട്ടുകാരെ പടിചാരുന്ന കൂട്ടുകാരുണ്ടാവും. നാളെ അള്ളാഹു നമ്മൾ അതിൽ പെടുത്താതിരിക്കട്ടെ. അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ഇല്ലൽ മുത്തഖീൻ, സജ്ജനങ്ങൾ ഒഴിച്ച്. അവരാരെന്നറിയോ?
അവരാരെന്നറിയോ? പരലോകത്ത് രണ്ടാമത്തെ വിഭാഗം കൂട്ടുകാർ. ഞാൻ പറഞ്ഞതല്ല ഖുർആൻ. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅദിൻ യതസാഅലൂൻ. നാളെ സ്വർഗത്തിൽ തന്റെ കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടുകാരാണ് സ്വർഗത്തിലെ കൂട്ടുകാരെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅദിൻ അദുവ്വുൻ അൽഅഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅദിൻ യതസാഅലൂൻ. കൂട്ടുകാരൻ സ്വർഗത്തിൽ ഇരിക്കുമ്പോ തന്റെ കൂട്ടുകാരനെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കുക എന്റെ കൂട്ടുകാരൻ എവിടെ, എന്നിട്ട് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോ തന്റെ കൂട്ടുകാരൻ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കുന്നു. സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കുന്നു. ആ സമയത്ത് ആ കൂട്ടുകാരനോട് പറയും, സലാം പറയും. ആ സമയത്ത് ആ കൂട്ടുകാരൻ പറയും അൻകദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. നമ്മുടെ അള്ളാഹ് നമുക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം സ്വർഗത്തിൽ കിട്ടിയല്ലോ. പള്ളം ഹൈദ്രോസ് കമ്മിറ്റിയുടെ കീഴിൽ റിലീഫിന് വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാരെ, നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അങ്ങനെ പറയാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അങ്ങനെ പറയാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഈ സ്വർഗത്തിലെ കൂട്ടുകാരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവര് പറയും, കാല കായിലും മിൻഹും ഇന്നി കാനലി കരീൻ. അവരിൽ ഒരാൾ പറയും, ഇന്നി കാനലി കരീൻ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. കൂട്ടുകാരെന്നുള്ള വിഷയം ചെറിയ വിഷയമല്ല. കരീൻ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ഈ പള്ളം ഹൈദ്രോസ് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തകർ ഇങ്ങനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു അവർക്ക് അതിന്റെ പ്രതിഫലം നൽകട്ടെ. ആരിസ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു. നീ ആമീൻ പറ. അള്ളാഹു ഈ ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാരെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഇങ്ങനെ സ്വർഗത്തിൽ ഈ റിലീഫ് കമ്മിറ്റിയുടെ കൂട്ടുകാരില്ലേ, അവരിങ്ങനെ ഒരുമിച്ച് കൂടും. ഹാരിസ് ഉണ്ടാവും, എൻ്റെ ബെന്നെ സുഹൃത്ത് യൂസുഫ് ഉണ്ടാവും, വേറെ ആരും പേരെനിക്ക് അറിഞ്ഞുകൂടും. അള്ളാഹു അവർ ആ പേരറിയാത്ത എൻ്റെ കൂട്ടുകാരുണ്ടാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കാസർഗോഡ് ഞാൻ വന്ന കാലം വരെയുള്ള എൻ്റെ വലിയ ആത്മാർത്ഥ 2 സുഹൃത്തുക്കളാണ് യൂസുഫും ഹാരിസ്. അള്ളാഹു ഒരുമിച്ച് കൂടാ തൗഫീക്ക് നൽകട്ടെ. അപ്പൊ അവര് പറയും, കാല കായിലും മിൻഹും ഇന്നി കാനലി കരീൻ, ഞങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു പള്ളത്തെ. യഖൂലു, അവര് പറയും, ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് നിങ്ങൾ ഈ വഅദ് വെക്കണ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പാവങ്ങളെ ഇച്ചിരി പൈസയൊക്കെ പിരിച്ചു പാവങ്ങളെ സഹായിച്ച അള്ളാഹ് നാളെ അതിന്റെ പ്രതിഫലം നൽകൂല എന്ന് പറയുമ്പോ, നമ്മൾ മരിച്ച് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ ആഖിറത്തിലെ പ്രതിഫലമോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വഅദ് നടത്തുമ്പോൾ ഞങ്ങളെ പരിഹസിച്ച ഞങ്ങളുടെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു, അവരെവിടെ നിന്നൊന്ന് നോക്കാമെന്ന് പറയും. അങ്ങനെ പരിഹസിച്ചവരെ കാണാൻ കൂട്ടുകാർ യാത്രയാകുമ്പോൾ അവര് നരകത്തിൽ കിടക്കും. അപ്പൊ അവര് ചോദിക്കും, മാ സലക്കക്കും ഫീ സക്കർ, നിങ്ങൾ വലിയ ആളുകളായിരുന്നല്ലോ, എന്ത് പറ്റി നരകത്തിൽ കിടക്കണേ? അപ്പൊ അവര് പറയും, വലം നക്ക് നുത്തീമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടിയിൽ പങ്കെടുക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വിജയിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങൾ മാറി നിന്ന് ചിരിച്ചവരായിരുന്നു എന്നവർ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ പറയാൻ ഇടവരാതെ ഈ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന ദുആയോടുകൂടി നിങ്ങളോടെല്ലാവരോടും ഈ വിഷയം ഭാഗികമായി അവസാനിപ്പിച്ച്, എൻ്റെ പ്രിയപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ, ജീവിതത്തിൽ വീണുപോകുന്ന സമയത്ത് താങ്ങായി നിന്ന കൂട്ടുകാർ, അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുക്കളയിൽ ഞാൻ പോകുമ്പോൾ പാതിരാത്രി എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരുണ്ട്, അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വരും, 10 സലാത്ത് ചൊല്ലാനുണ്ട്, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം.